ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് വിശേഷങ്ങൾ പറയാനുള്ളത് ബാബു? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുള്ള ഒരു വീഡിയോ ആണ്. കാരണം ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യമാണ് അല്ലേ? ഒരുപാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കല്യാണം കഴിഞ്ഞ കാലം മുതൽ ഞാൻ കേൾക്കുന്ന ഒരു കാര്യം. അത് നമ്മുടെ ഉമ്മാൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ എന്താണെന്നുള്ളത് പറഞ്ഞു തന്നപ്പോൾ തന്നെ ഷോർട്ടൊക്കെ അതിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിത് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ കേട്ടോ. അതായത് കഴിഞ്ഞ മാസം 29 നമ്മൾ ഇമ്മ ഉംറക്ക് പോയി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് ദിലുവിൻ്റെ വീട്ടിലോട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വന്നാണ് ഇങ്ങോട്ട്. അപ്പോൾ നാളെ അങ്ങോട്ട് പോയി. ഞങ്ങൾ ഇവിടെ അവിടെ നിൽക്കുമ്പോൾ ഒറ്റക്കായതുകൊണ്ട് കാരണം ഞങ്ങൾ ഇതുവരെ ഒറ്റക്ക് നിന്നിട്ടില്ല. ഇമ്മ പിന്നെ എവിടേക്കും പോവാത്തോണ്ട് തന്നെ അപ്പോൾ വീട്ടിൽ എപ്പോഴും ആൾക്കാരുണ്ടാവും. ഇപ്പൊ ഞങ്ങൾ രണ്ടാളും ഒറ്റക്കായോണ്ട് അവിടെ നിൽക്കുമ്പോ അപ്പൊ അങ്ങനെ പോകാനാണ് വലിയൊരു ആഗ്രഹമായിരുന്നു. ഒരു ഉംറക്ക് പോവാന്നുള്ളത് എന്നോടൊക്കെ ആദ്യം എന്തോന്ന് പറയുന്നറിയോ, എന്നൊക്കെ പിന്നെ അമ്മമ്മ ഉണ്ടായിരുന്നല്ലോ, ഞങ്ങൾ എല്ലാവരും നല്ലൊരു വൈബിൽ ഇങ്ങനെ പോയിരുന്നു. അപ്പൊ നമുക്ക് ഒന്നിച്ച് പോകണം എന്നുള്ളൊരു പ്ലാനായിരുന്നു. പക്ഷെ ഉമ്മാക്ക് എന്നാലും ഒരു കൂടുതലായിരുന്നല്ലോ ഉംറക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം, ഒരുപാട് ആഗ്രഹമായിരുന്നു. അത് അപ്പൊ ഏതായാലും അത് സാധിച്ച്. അതെ, എല്ലാവർക്കും അതിനൊരു തോഫിക്ക് നൽകട്ടെ. ഞങ്ങൾക്കും ഇതിപ്പോ ഉമ്മ പോണ കണ്ടപ്പോ ഞങ്ങൾക്ക് രണ്ടാക്കും ആ കൂടെ പോയാൽ മതിയെന്നായി അല്ലേ ബാബോ? പിന്നെ ഒന്നാമത് ഉമ്മ പോവാനുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഞങ്ങൾക്ക് രണ്ടാക്കും ഇപ്പൊ പോവാൻ പറ്റിയൊരു സാഹചര്യമല്ല. പിന്നെ ഉമ്മ പോയത് മൂത്തമ്മയും മൂത്തമ്മാന്റെ മോളും പിന്നെ ഒരു ടീമായി കണ്ട് പോയിക്കാണ്. ടീമിൽ പോയിക്കാണ്. പിന്നെ നമ്മളെ റോയൽ ട്രാവൽസിന്റെ ഇതിലാ പോയിക്കുണ്ട്. മറ്റേ ഒരു ഒതുക്കത്തെ ഒരു ടീം ഇതിന്റെ ബൈക്കല്ല അങ്ങനെ പോയിക്കുണ്ട്. പിന്നെ ഒറ്റക്ക് പോയ ഉമ്മാക്ക് ഒരു എത്തുംപൊടി ഉണ്ടാവില്ല. ഇതാകുമ്പോ ഓരോ കൂടെ ആവുമ്പോ ഉമ്മാക്ക് ഒരു നല്ലൊരു വൈബില് ഒരു നല്ലപോലെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉമ്മാക്ക് ഒരു കുഴപ്പമില്ലാതെ നമ്മൾ പോയി വരും. അപ്പൊ അതൊക്കെ വിചാരിച്ചിട്ടാണ് ഉമ്മ എന്നാ ഞാൻ ഓരോ കൂടെ പോവാന്നുള്ളൊരു പ്ലാൻ ഉമ്മാക്ക് ആയത്. അപ്പൊ എന്തായാലും ഗൈസ് ഉമ്മ പോ അവിടെ എത്തിക്കണേ കാര്യങ്ങളൊക്കെ നല്ല റാത്തിലാണ്. എനിക്ക് സന്തോഷം. ഇപ്പത്തെ ആകളെ അടുത്ത പ്രശ്നം പറഞ്ഞാല് ഇപ്പൊ ഒന്നാമത് മറ്റേ ഈ ഹജ്ജ് കഴിഞ്ഞോണ്ട് തിരക്ക് പൊതുവെ കമ്മിയാണ്. വലിയ അപ്പോൾ അറമിലൊക്കെ നമുക്ക് പോയി പെട്ടെന്ന് കാണാനും അവിടെ വലിയ തിരക്കില്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും. പിന്നെ ആകെയുള്ള ചെറിയ പ്രശ്നം പറഞ്ഞാൽ ഇപ്പൊ സൗദിയിലേക്ക് നിൽക്കുന്ന അവസ്ഥ ഭയങ്കര ചൂടാണ്. ഭയങ്കര വെയിലായത് 47 ഡിഗ്രി ഒക്കെ നമ്മൾ ഗൂഗിളൊക്കെ അടിച്ചാൽ ഭയങ്കര ചൂടാണ്. അപ്പൊ അതൊക്കെ അങ്ങനെ യാത്രയല്ലേ. പിന്നെ പറഞ്ഞാൽ അവിടെ ഫുള്ള് ബസ്സും കാര്യങ്ങളൊക്കെ റൂം കേസി കയറും. അങ്ങനത്തെ പുറത്തിറങ്ങുമ്പോൾ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉംറ ചെയ്യണ അതിലും നമുക്കൊന്നും അറിയില്ലല്ലോ. അപ്പൊ ഇൻഷാല്ലാ അങ്ങനെയാണ് സംഗതികളൊക്കെ. അപ്പൊ ഏതായാലും നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കാട്ടിത്തരാം. അന്ന് ഒരു എന്താ പറയാ ഫുള്ളായിട്ട് നമ്മൾ എടുത്തിട്ടൊന്നുമില്ല. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്ലിപ്പ് ചെയ്യുന്നു, ഒരു ജഗ പൊക്കിയൊന്നുമില്ല അന്ന് എയർപോർട്ടിൽ എത്തിയതിന് ശേഷം കേട്ടോ. അപ്പൊ എന്തായാലും ആ ഒരു നേരത്തെ നമുക്ക് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇൻട്രോ എടുത്തത്. അപ്പൊ എന്തായാലും ഗൈസ് പോയി കണ്ടുവെക്കി. ഇമ്മ ഉംറക്ക് പോകണോണ്ട് തന്നെ എൻ്റെ അമ്മൊക്കെ തലേന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേന്ന് നമ്മൾ ഉസ്താദിനെ വിളിപ്പിച്ചങ്ങാണ്ട് ദോർപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു 4:30 ആയപ്പോൾ ഒരുങ്ങാണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സുബിയൊക്കെ എയർപോർട്ടിന്റെ തൊട്ടടുത്തുള്ള ഒരു പള്ളിക്കന്ന് നിസ്കരിക്കാന്നാണ് കേട്ടോ പറയുന്നത്. ഇമ്മ ഗ്രൂപ്പിൽ പോകണോണ്ട് തന്നെ എല്ലാവരും കൂടി ഒന്നിച്ച് സുബിയൊക്കെ നിസ്കരിച്ചിട്ട് ആണുങ്ങൾ അവിടുന്ന് ഇഹ്റാം കെട്ടിയിട്ടൊക്കെയാണ് ഇറങ്ങാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇമ്മാനെ കൊണ്ടുപോയാക്കുമ്പോൾ ഞങ്ങൾ കൂടെ അമ്മായിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മായിൻ്റെ വീട് ഞങ്ങളെ തൊട്ടടുത്താണ്. അങ്ങനെ പള്ളിക്കലെത്തിങ്ങാണ്ട് ഒരുപാട് വേറെയും ഗ്രൂപ്പുകളിൽ ഉംറക്ക് പോണ ആൾക്കാരുണ്ടായിരുന്നു. ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങളെ ഫാമിലി ഉണ്ടായിരുന്നു കൂട്ടത്തിൽ നിങ്ങളൊക്കെ കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവിടുന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോയത്. ഉമ്മ ബാബുവിനെ കാണില്ലമ്മ, ബാബു എന്നാ പോയിക്കോളി. ഉള്ളിൽ കയറാൻ പറ്റൂലമ്മ, ഇവിടെ കാറ്റുള്ളൂ. കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയതല്ലേ. ഇവിടെയുള്ള പ്രശ്നമൊന്നുമല്ല. എയർപോർട്ടിൽ ചെന്നതും ഇമ്മാക്കുള്ള ടാഗൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉംറക്ക് കൊണ്ടുപോകണ അമീർ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ബാബു ആണെങ്കിൽ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല എന്നിട്ട് എയർപോർട്ടിന്റെ പുറത്ത് കൊണ്ടുപോയി കാറ് നിർത്തിയിട്ട് അവിടെ നിന്ന് നടന്നു വന്നാകെ കുഴങ്ങി നിൽക്കുകയാണ് കേട്ടോ. മറ്റേ സാധനം എടുക്കാൻ വേണ്ടി പോയി വെറുതെ ഒരേ പോകുന്നു. അപ്പൊ ഇമ്മ നമ്മള്
അങ്ങനെ മറ്റേ എയർപോർട്ടിലാക്കി കൊടുത്ത് നമ്മ ഉള്ളിലേക്ക് കയറി 8:50 9:10 ഫ്ലൈറ്റ് ഉണ്ട്. ഒരു ഉള്ളിൽ കയറി പിന്നെ നമ്മള് പുറത്തു നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മള് വിലണ്ട് പോകുന്നു. എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. മന ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഇപ്പൊക്കെ ചെയ്യണമെന്നുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണോ. അപ്പൊ അത്രയുള്ളൂ.